അഭിരാമി AR. ഗാലപ്പ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാഹിത്യോത്സവത്തിൽ അലിഞ്ഞ കുരുന്നുകൾ. വായനാവാരത്തിന് വൻ വരവേൽപ്പ്. നാട്ടുറവയുമായി കുട്ടിക്കൂട്ടം. ജനകീയ സദസ്സിൽ കുട്ടികൾക്ക് നിറഞ്ഞ കയ്യടി. ഹൃദയം നിറഞ്ഞ കയ്യടി കൊടുക്കാമ കുട്ടികൾക്ക് ഓരോരുത്തർക്കും. വിസ്മയം വിരിയിച്ച് കളിപ്പങ്ക. കുഞ്ഞു കൈകളിൽ വിരിഞ്ഞത് ഒട്ടേറെ പരീക്ഷണങ്ങൾ. ജൈവ വൈവിധ്യ പാർക്കിന് വസന്തകാലം. അടിച്ചു പൊളിക്കാനായി അതിഥികളും വരവായി. വാർത്തകൾ വിശദമായി. പ്രകൃതി സംരക്ഷണത്തിനായി കുട്ടികൾ നടത്തിയ ജനകീയ സദസ്സ് വേറിട്ട കാഴ്ചയായി. ഞങ്ങളുടെ പ്രതിനിധി ഗംഗാ കല്യാണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കല്ലടിമുഖം ഫ്ലാറ്റ് പരിസരത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജനങ്ങൾ ഫ്ളാറ്റിന് മുന്നിലെ മരച്ചുവട്ടിൽ അണിനിരന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെയും വരൾച്ചയെയും പറ്റി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഇന്നിൻ്റെ തിരിച്ചറിവുകൾ എന്ന ഡോക്യുമെൻ്ററിയെ മുൻനിർത്തിയായിരുന്നു നാട്ടുറവ എന്ന പരിപാടി. ഹരിതാപത്തിന് പേരുകേട്ട കേരളം മരുപ്രദേശമായി മാറുകയാണോ? വളർന്നു വരുന്ന ചൂടും വരണ്ടുണങ്ങിയ ജലാശയങ്ങളും നൽകുന്ന സൂചനകൾ അതൊക്കെ തന്നെ. ഇവരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഭൂമിയുടെ ചൂടറിയാൻ വേൽ നടത്തം, കിള്ളിയാറിന്റെ ശോചാവസ്ഥ അറിയാൻ പുഴ നടത്തം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. പുഴയുടെ തീരങ്ങളിൽ വലിച്ചു കെട്ടിയ ക്യാൻവാസുകളിൽ അഭിപ്രായങ്ങൾ വരകളായും വരികളായും നിരന്നു. തുടർന്ന് മനുഷ്യവേലി തീർത്ത് പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ഫ്ളാറ്റ് പരിസരത്ത് ഔഷധ സസ്യങ്ങളും മരത്തൈകളും നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. മേയർ VK പ്രശാന്ത് മുഖ്യാതിഥിയായിരുന്നു. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പദ്ധതിയാണ് നാട്ടുറവ പ്രകൃതിക്കെൻ്റെ കൈത്താങ്ങ് എന്ന പേരിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. നാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ പുതിയ തലമുറയെ പര്യാപ്തമാക്കുന്ന നിലയിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ന്യൂസ് 18 എഡിറ്റർ രാജീവ് ദേവരാജ്, കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വിഭാഗം തലവൻ ഡോക്ടർ E. ഷാജി എന്നിവരുടെ പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നു, അത് അറിയാൻ ശ്രമിക്കുന്നു, അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് ആ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നു. ഈ സ്കൂളിൽ കണ്ടതുപോലെയൊന്നും ഒരു കാര്യവും ഒരു സ്കൂളുകളിലും നടക്കുന്നില്ല. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗവൺമെന്റ് മോഡൽ UPS സ്കൂൾ കൊഞ്ചിറവിള ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അവർക്ക് നമുക്ക് ഹൃദയം നിറഞ്ഞ കയ്യടി കൊടുക്കാമ കുട്ടികൾക്ക് ഓരോരുത്തർക്കും. കുട്ടികളുടെ ചെറിയ കാലത്തിലെ നാടൊന്നാകിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഇത് ഊർജ്ജമാവുമെന്ന് ഉറപ്പ്. ഗംഗാ കല്യാണി ഗവൺമെന്റ്. കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. വിശദ വിവരങ്ങളുമായി കാർത്തിക ചേരുന്നു. ഹലോ കാർത്തിക, കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിശദ വിവരങ്ങൾ നൽകാൻ കഴിയുമോ? വലിയ ശാസ്ത്ര തത്വങ്ങൾ കളിപ്പങ്കയിലൂടെ അവതരിപ്പിച്ച് താരങ്ങളായി കുരുന്നുകൾ. 2 ദിവസങ്ങളിലായാണ് കളിപ്പങ്ക എന്ന ശാസ്ത്ര പോഷണ പരിപാടി നടന്നത്. കുട്ടികളിൽ ശാസ്ത്ര താല്പര്യം വളർത്തുകയായിരുന്നു ലക്ഷ്യം. ഗ്ലാസ്സിലേക്ക് പാർന്ന വെള്ളത്തിൻ്റെ നിറം മാറ്റം കുട്ടികളെ അത്ഭുതപ്പെടുത്തി. ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ലളിത പരീക്ഷണങ്ങളും കുട്ടികളിൽ അത്ഭുതവും ആവേശവും നിറച്ചു. ലഘു പരീക്ഷണത്തിലൂടെ HMB ശീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1 മുതൽ 4 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ഈ കൊച്ചു പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരാഴ്ച നീണ്ടുനിന്ന സാഹിത്യോത്സവം ശ്രദ്ധേയമായി. പുസ്തകത്തിൽ മാത്രം പരിചയിച്ച സാഹിത്യകാരന്മാർ സ്കൂൾ മുറ്റത്ത് വന്നിറങ്ങി. വായന വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാഹിത്യോത്സവം കുട്ടികൾക്ക് വലിയ ആവേശമാണ് പകർന്നത്. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ കഥകളും കവിതകളും ചർച്ചകളുമായി സാഹിത്യകാരന്മാർ കുട്ടികളെ കയ്യിലെടുത്തു. പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ കഥകളിലൂടെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിയത്.
എന്റെ മകൻ വളരെ മിടുക്കനാണ്, പക്ഷേ ഞാൻ അവനെ കാട്ടിലെ സിംഹങ്ങൾക്ക്, കടുവകൾക്ക് ഊണിന് വേണ്ടിയിട്ട് അവനെ എറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു, കൊല്ലാൻ തീരുമാനിച്ചു. അയ്യോ വേണ്ട. ഗദ്യത്തിൽ നിന്ന് പദ്യവും പദ്യത്തിൽ നിന്ന് ഗദ്യവും സൃഷ്ടിക്കുന്ന തന്ത്രം ഗിരീഷ് പുലിയൂർ അവതരിപ്പിച്ചു. ഹാസ്യസാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ കൃഷ്ണ പൂജപ്പുരയുടെ സംസാരത്തിൽ സദസ്സ് ചിരിച്ചുമറിഞ്ഞു. കുട്ടിക്കവിതകൾ ചൊല്ലിയും ഭാഷയുടെ തനിമ പഠിപ്പിച്ചും കവി ബിജു ബാലകൃഷ്ണൻ കുട്ടികളുടെ കയ്യടി നേടി. വാരാചരണത്തിന്റെ ഭാഗമായി സമദർശിനി ഗ്രന്ഥശാലയിലേക്ക് പുസ്തകറാലിയും നടത്തി. സ്കൂൾ പരിസരം അക്ഷരങ്ങളാലും തോരണങ്ങളാലും വർണ്ണാഭമായി. ഓരോ ദിവസവും വിദ്യാർത്ഥികൾക്ക് ഹൗസ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച പിങ്ക് ഹൗസ് ട്രോഫി കരസ്ഥമാക്കി. സമാപന സമ്മേളനം മുൻ MP TN സീമ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 71ാം വാർഷികം ആഘോഷിച്ചു. HMV ശീല പതാക ഉയർത്തി. നാട് സന്ദേശം നൽകി. ഗാന്ധിജി അടക്കം വിവിധ വേഷധാരികൾ പരിപാടിയിലണിഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ UKG ക്ലാസ് മുറി. പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. എൻ്റെ ഈ കൂട്ടുകാരനും വൈറലായേ. പുതുതായി വാങ്ങിയ ബൈക്കുകൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൂജിക്കുകയാണ്. ഇത് കണ്ടു നിന്ന 4.5 വയസ്സുകാരന് ഒരു ഉൾവിളി. തൻ്റെ പുതിയ കളിവണ്ടിയും പൂജിക്കേണ്ടതല്ലേ? പിന്നെയൊന്നും ആലോചിച്ചില്ല. കളിവണ്ടിയും എടുത്ത് ഒരോട്ടം. ബൈക്കുകൾക്കടുത്ത് കൊണ്ടുവച്ച് മാറി നിന്നു. കുഞ്ഞു മനസ്സറിഞ്ഞ പൂജാരി കളിവണ്ടിയും പൂജിച്ചു നൽകി. ആരോ ദൃശ്യങ്ങൾ പകർത്തി യൂട്യൂബിലിട്ടു. സംഗതി വൈറലായി. പിന്നെ ഈ കുട്ടി ആരെന്നായി അന്വേഷണങ്ങൾ. അപ്പോഴാണ് അറിയുന്നത് ഈ ബിരുദൻ കൊഞ്ചിറുവിള സ്കൂളിലെ UKG വിദ്യാർത്ഥി അശ്വിനാണെന്ന്. വൈറലായതുമൊന്നും അറിയാതെ പാവത്താനായി അവൻ ഇവിടെയുണ്ട്. അശ്വിനൊപ്പം നന്ദിനി KS, ഗാലപ്പ് ന്യൂസ്, GUPS കൊഞ്ചിറുവിള. സ്കൂളിനെ പറ്റി 4 പേജ് വാർത്ത ഉൾപ്പെടുത്തിയ മാതൃഭൂമി പത്രം പുറത്തിറങ്ങി. ചിങ്ങം 1-നാണ് മാതൃഭൂമി പത്രത്തിൽ സ്കൂളിനെ പറ്റിയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. മാർക്കറ്റിംഗ് ഫീച്ചറായിരുന്നു ഇത്. സ്കൂളിൻ്റെ ചരിത്രം, വളർച്ച, സ്പെഷ്യൽ സ്റ്റോറികൾ, കൊഞ്ചിറുവിളയുടെ ചരിത്രം, ചാലയുടെ ഭൂവിപണി എന്നിവയെല്ലാം പത്രത്തിൽ ഇടം പിടിച്ചു. സെയ്ദ് മുഹമ്മദ് ഷാ, ഗാലപ്പ് ന്യൂസ്, GUPS കൊഞ്ചിറുവിള. ഇനി ക്രിസ്മസ് ആഘോഷ വാർത്തയിലേക്ക്. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം ശ്രദ്ധേയമായി. എനിക്കൊപ്പം സാന്തായും കൂട്ടുകാരും ആഘോഷത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാന്തായും കൂട്ടുകാരും എത്തിയതോടെ ആവേശത്തിലായി കുട്ടിക്കൂട്ടം. കേക്ക് മുറിച്ചും പാട്ടുപാടിയുമാണ് ക്രിസ്മസിനെ വരവേറ്റത്. വാർഡ് കൗൺസിലർ റസ്യ ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റേഴ്സ് ബി ഷീല, SMC ചെയർമാൻ H പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ആകർഷകമായി. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സമാധാനം നിറഞ്ഞ ഈ ക്രിസ്മസ് ആഘോഷത്തിനോടൊപ്പം സന്തോഷകരമായ ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഹേമലത TM, ഗാലപ്പ് ന്യൂസ്, GUPS കൊഞ്ചിറുവിള. സ്കൂളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ജൈവ വൈവിധ്യ പാർക്ക്. ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിലാണ്. ഇവിടെ ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഈ പാറി പറക്കുന്നത് ആരൊക്കെയാണ്? കവി പാടിയതുപോലെ പൂക്കൾ പറക്കുകയാണോ? ഔഷധ സസ്യങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന ജലധാര. അത് പാറക്കെട്ടുകൾക്കിടയിലൂടെ മുളയാകൃതി പാലത്തിനടിയിലേക്ക് ചിതറുന്നു. ഉദ്യാനത്തെയും സ്കൂൾ മുറ്റത്തെയും വേർതിരിച്ച് കുറ്റിച്ചെടികൾ തീർത്ത പച്ചവേലി. നടുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒറ്റയടിപ്പാത. വലുതും ചെറുതുമായി 100ഓളം ഇനം സസ്യങ്ങളാണ് ഇവിടെ ഉള്ളത്.
വ്യത്യസ്ത ഇനം പക്ഷികളും അണ്ണാരക്കണ്ണന്മാരുമെല്ലാം വന്നു പോകുന്നു. ഇതാണ് മീൻകുളം. ഉദ്യാനത്തിന് അതിർത്തിയിട്ട് സ്കൂൾ ഭിത്തിയിൽ ചിത്രകാരൻ തീർത്ത പ്രകൃതി ദൃശ്യം. അത് കുറച്ചൊന്നുമല്ല പാർക്കിന് അഴകേകുന്നത്. പാർക്കിന്റെ പരിപാലനം കുട്ടികളും അധ്യാപകരും ചേർന്നാണ്. ഈ ഉദ്യാനത്തിന്റെ പച്ചപ്പും അഴകും ഇനിയും വർദ്ധിക്കുമെന്ന് ഉറപ്പ്. അപർണ ബാജിയാർ, ഗാലപ്പ് ന്യൂസ്, ഗവൺമെന്റ് മോഡൽ UPS കൊഞ്ചിറോള. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.